തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. ജില്ലയിൽ 114 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കിയിൽ മഴയ്ക്ക് ആശ്വാസമുണ്ടെങ്കിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. ശക്തമായ മഴ മുന്നറിയിപ്പാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും മഴ ശക്തമല്ല. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാണെങ്കിലും രാത്രിയോടെ മഴ കനക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്നലത്തേക്കാൾ അരയടിയിലധികം വെള്ളം പലയിടത്തും കയറി. കോട്ടയം MC റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. കോട്ടയം കുമരകം റോഡിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. 114 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 3714 പേർ വിവിധ ക്യാമ്പുകളിലുണ്ട്. ജില്ലയിൽ 2 NDRF സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇറഞ്ഞാൽ, നട്ടാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഇന്നും നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ മണർക്കാട് വെള്ളക്കെട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണർക്കാട് സ്വദേശി ശരണാണ് മരിച്ചത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി. വെള്ളക്കെട്ട് രൂക്ഷമായ കൊശമറ്റം ഭാഗത്തു നിന്നും വയോധികയുടെ മൃതദേഹം NDRF സംഘം പുറത്തെത്തിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു കൊശമറ്റം സ്വദേശിനി രാധമ്മയുടെ മരണം. ഇടുക്കിയിൽ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ട്. ഡാമുകളിലേക്ക് ശക്തമായ നീരൊഴുക്ക് തുടരുന്നുണ്ടെങ്കിലും ഇടുക്കി, മുല്ലപ്പെരിയാർ തുടങ്ങിയ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമില്ല. 2346 അടിയാണ് നിലവിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. അതേസമയം കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുക്കുന്നു. മഴ മാറിയിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ മീനച്ചിലാറിലും മണിമലാറിലുമൊക്കെ വെള്ളം താഴുന്നുമുണ്ട്. അത് ആശ്വാസം തന്നെയാണ്. പക്ഷേ പടിഞ്ഞാറൻ മേഖലയിലെ ഈ ദുരിതം തീരണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.